ഇന്ന് ജനുവരി 17. UAE ജനതയുടെ കരുത്തും അവരുടെ പ്രതിരോധശേഷിയും ഓർമ്മിക്കുവാനുള്ള ദിനം. 2022 ജനുവരി 17 UAE ഹൂതികൾ ആക്രമണം അഴിച്ചുവിട്ടതെങ്കിലും രാജ്യം അതിനെ ചെറുത്തു തോൽപ്പിക്കുകയായിരുന്നു. ജനതയുടെ ശക്തിയും സഹിഷ്ണുതയും ഐക്യദാർഢ്യവും ഓർമ്മിക്കുന്ന ദിനമാണ് ഇന്ന് എന്നാണ് UAE പ്രസിഡന്റ് ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഇതിനെ വിശേഷിപ്പിച്ചത്. ഹൂതി ഡ്രോൺ ആക്രമണത്തിന്റെ 3ാം വാർഷികത്തോടനുബന്ധിച്ച് അബുദാബിയിലെ ഖലീഫ സിറ്റിയിലെ അൽ അസൈൻ സെന്റർ എന്ന പേര് അൽ നഖ്വ സെന്റർ എന്ന് പുനഃനാമകരണം ചെയ്തതായി അധികൃതർ അറിയിച്ചു. അൽ നഖ്വ എന്ന അറബി പദത്തിന്റെ അർത്ഥം ധീരത എന്നാണ്. ഗസ വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന തടസ്സങ്ങൾ പരിഹരിച്ചതായി ഹമാസ് ഇന്ന് പുറത്തുവിട്ട ഒരു പ്രസ്താവനയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഇതനുസരിച്ച് യുദ്ധവിരാമവും ബന്ദികളെ മോചിപ്പിക്കുന്ന നടപടികളും മുൻ നിശ്ചയപ്രകാരം മറ്റന്നാൾ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷ. അതേസമയം ഇസ്രയേൽ മന്ത്രിസഭ ഇതുവരെ വോട്ടിനിട്ട് കരാർ അംഗീകരിച്ചിട്ടില്ല. എങ്കിലും സുരക്ഷാ ക്യാബിനറ്റിന്റെയും സർക്കാരിന്റെയും അംഗീകാരം ലഭിക്കുന്നതോടെ കരാർ പ്രാബല്യത്തിൽ വരുമെന്നും ബന്ദികളെ ഞായറാഴ്ച തന്നെ മോചിപ്പിക്കാനാവുമെന്നാണ് പ്രതീക്ഷയെന്നുമാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് വൃത്തങ്ങൾ അറിയിച്ചത്. ദുബൈയിൽ പുതിയ സാലിക് നിയമം ഈ മാസം 31 മുതൽ പ്രാബല്യത്തിൽ വരും. ഇതനുസരിച്ച് പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 6 മുതൽ 10 വരെയും വൈകുന്നേരം 4 മുതൽ രാത്രി 8 വരെയും ടോൾ നിരക്ക് 6 ദിർഹം ആയിരിക്കും. രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെയും രാത്രി 8 മുതൽ പുലർച്ചെ 1 വരെയും ടോൾ 4 ദിർഹമായി തുടരും. പുലർച്ചെ 1 മുതൽ 6 വരെ ടോൾ സൗജന്യവും ആയിരിക്കും. നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ല കാലം. ക്രിസ്മസ് പുതുവത്സര സീസണിലെ വിമാന നിരക്കുകളിലെ കുതിച്ചുചാട്ടത്തിന് ശേഷം ടിക്കറ്റ് നിരക്ക് ഇടിയാൻ തുടങ്ങിയതായി ട്രാവൽ ഏജൻസി വൃത്തങ്ങൾ അറിയിക്കുന്നു. പല ബജറ്റ് എയർലൈനുകളിലും ദുബൈയിൽ നിന്നും കേരളത്തിലെ വിവിധ വിമാനത്താവളങ്ങളിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് ഇപ്പോൾ 400 ദിർഹത്തിനും താഴെയാണ്. വരുന്ന ഏപ്രിൽ പകുതി വരെ ടിക്കറ്റ് നിരക്ക് താഴ്ന്നു തന്നെ ഇരിക്കുമെന്നാണ് നിഗമനം. UAEയിൽ പലയിടത്തും കനത്ത മൂടൽമഞ്ഞ്. ദേശീയ കാലാവസ്ഥാ കേന്ദ്രം റെഡ്, യെല്ലോ, ഫോഗ് അലർട്ടുകൾ പ്രഖ്യാപിച്ചു. അബുദാബി, അല്ലൈൻ, അൽ ദഫ്ര മേഖലകളിലാണ് ഇന്ന് രാവിലെ കനത്ത മൂടൽമഞ്ഞ് ഉണ്ടായത്. രാജ്യത്തിന്റെ തീരപ്രദേശങ്ങളിലും വടക്കൻ മേഖലകളിലും രാത്രി നേരിയ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. ആകാശം മേഘാവൃതമാണ്. വരുന്ന ഞായറാഴ്ച വരെ ഇതേ കാലാവസ്ഥ തുടരുമെന്നാണ് നിഗമനം. ഒമാനിൽ ഗതാഗത നിയമലംഘനങ്ങൾ ഇനി പോലീസും തൊഴിൽ മന്ത്രാലയവുമായി സംയോജിപ്പിക്കും. ഇതോടെ ഗതാഗത നിയമലംഘനങ്ങളിൽ പിഴ അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ അത് വാഹനമുടമയുടെ ബിസിനസിനെയും പ്രതികൂലമായി ബാധിക്കും. പിഴയടക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന കമ്പനികളുടെ വിസ പുതുക്കൽ, ലൈസൻസ് പുതുക്കൽ തുടങ്ങിയ എല്ലാ പേപ്പറുകളും തടഞ്ഞു വയ്ക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. വരുന്ന മാസം 15 മുതൽ പുതിയ നിയമം നടപ്പിലാകും. ഒമാനിൽ വിസിറ്റ് വിസയിലെത്തിയ മലയാളി ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു. പത്തനംതിട്ട റാന്നിയിലെ ചിറ്റാർ നീലിപ്പിലാവ് താഴത്തേതിൽ ശശിയാണ് മരിച്ചത്. 58 വയസ്സായിരുന്നു. ദുബായിൽ ജോലി ചെയ്തിരുന്ന ഭാര്യ സ്മിതയും മകൻ ശരത്തും ഒമാനിൽ എത്തിയിട്ടുണ്ട്. മൃതദേഹം നിയമ നടപടികൾക്ക് ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോകും. 16 ദിവസം മുമ്പാണ് ഇയാൾ ജോലി തേടി നാട്ടിൽ നിന്നും മസ്കറ്റിൽ എത്തിയത്. ദുബായ് വടകര NRI കടത്തനാടൻ വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. വരുന്ന ഫെബ്രുവരി 2 ദുബായ് ഗർഹൂദിലെ NI മോഡൽ സ്കൂളിലാണ് ടൂർണമെന്റ് അരങ്ങേറുന്നതെന്ന് സംഘാടകർ അറിയിച്ചു.